രാവിലെ കുറച്ച് ചിക്കൻ കറി അങ്ങ് വെച്ചു. കുറച്ചേ ഉള്ളൂ കേട്ടോ, രാവിലെ കാപ്പിക്ക് വേണ്ടി. പിന്നെ നെത്തോലി മീനാണ്, ഇത് നെത്തോലിയാണ്, വലിയ നെത്തോലിയാണ്. കുറേ കാലമായി ഇത് കണ്ടിട്ട്. ഇപ്പം ഒരാൾ കൊണ്ട് തന്നു. അങ്ങനെ നെത്തോലി കറിയാണ്. അതൊക്കെ രാവിലെ ഇന്ന് മീനൊക്കെ അങ്ങ് കറി വെച്ച് വയ്ക്കാമെന്ന് ചോദിച്ചു. അല്ല, ഒരു കാര്യവും നടക്കില്ല, ഭയങ്കര ജോലി തിരക്കാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ലതികാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് ഞങ്ങളെ നാട്ടിൽ തന്നെ. അവളെപ്പോഴും പറയും, രാവിലെ വീഡിയോ എടുത്താൽ ഉടനെ ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം, എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചോളൂ എന്നൊക്കെ പറയും. ഇത് ഞാൻ കിണ്ടാൻ വേണ്ടിയാണ്. തീണ്ടാനാടി എന്ന് പറഞ്ഞ സാധനമാണ്. ഈ ഇല കിണ്ടി പ്രസവത്തിന് കൊടുക്കും. അങ്ങനെ അത് കിണ്ടാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്. പിന്നെ കഞ്ഞിക്ക് പഴയതൊക്കെ പോലെ തന്നെ അടുക്കള പണികളൊക്കെ തന്നെ. പക്ഷേ അടുക്കളയിൽ ഇപ്പം കുറച്ച് സ്ഥലക്കുറവാണ് കേട്ടോ. ഈ വലിയ കലമൊക്കെ വെച്ച് ഗ്യാസൊക്കെ അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും അവിടുന്ന് പാത്രങ്ങളൊക്കെ എടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാൻ തീണ്ടാനാഴി ഇല അരച്ച് കലക്കി കിണ്ടണതാണ് പ്രസവരക്ഷയുടെ രണ്ടാം ഘട്ടം കൊടുക്കണം. ഇതാണ്. അങ്ങനെ ചിക്കൻ കറി ഇന്ന് അപ്പമാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ രാവിലെ പ്രസവിച്ച ആളിനെ എല്ലാം ഒരു സൈഡിൽ ഒതുക്കിയിട്ട് എൻ്റെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞു. ഞാനങ്ങ് തൂത്തും വാരിയും പിറക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നുമില്ല, കുറച്ച് ജോലികളൊക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞു. എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കും മടി കാണിക്കരുതേ. എനിക്ക് മാത്രമേ മടിയുള്ളൂ പറയാൻ. ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും ചെയ്യൂല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അങ്ങനെ എൻ്റെ ഇന്നത്തെ അടുക്കള പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ തൂത്ത് തുടച്ച് ഒതുക്കി റെഡിയാക്കി വെക്കണതാണ്. എത്ര ജോലി ഉണ്ടെങ്കിലും നമ്മൾ അടുക്കളയെല്ലാം നല്ല ഫിനിഷായിരിക്കും, നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം ഇല്ലേ? അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ജോലി കിടന്നാലും അടുക്കളയൊക്കെ അങ്ങ് ഒതുക്കി വെക്കണത് എനിക്കെന്തോ ഒരു സന്തോഷമുള്ള കാര്യം. എനിക്കെന്നല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ കൊച്ചുമോനെ ഞാനൊന്ന് ഉറക്കാമെന്ന് വിചാരിച്ചു. അവന് വേണ്ടൊരു പാട്ടൊക്കെ പാടി വാ വാവു ഒക്കെ പാടിയാണ് ഞാൻ ഉറക്കണത്. എനിക്കറിയാവുന്ന പോലെ ഉള്ള പാട്ടുകളൊക്കെ പാടും. പണ്ട് അമ്മ പാടണത് കേട്ട് വെച്ച് അതിൻ്റെയൊക്കെ മുട്ടും മുറിയും അവിടെയുള്ളത് ഇവിടെയുള്ളതൊക്കെ എടുത്ത് ഞാനും അങ്ങ് പാടി അവനെ ഉറക്കും. അങ്ങനെ രണ്ടാമത്തെ കൊച്ചുമകൻ ജനിച്ചു. ആദ്യത്തേത് മോക്കും ഒരു കൊച്ചുമോനാണ്. അവന് 3 വയസ്സായി. ഇപ്പോഴടുത്തും ഒരു കൊച്ചുമോനാണ്. അങ്ങനെ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് എനിക്ക് ഒരിടത്തിരുന്ന് കഴിക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകെ കയറി തന്നെ കഴിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ കഴിക്കണതാണ്. എല്ലാവർക്കും താങ്ക് യു.